എങ്ങനെയാണ് ഈശ്വരാർപ്പണമായ ജീവിതം എന്നറിയാൻ നമ്മുടെ നെയ്ത്തുകാരന്റെ കഥ ഞാൻ പറഞ്ഞു തരാം. ഒരിടത്തൊരു നെയ്ത്തുകാരനുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാം രാമനിൽ സമർപ്പിച്ചാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജോലി നെയ്ത്താണ്. നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അദ്ദേഹം ജീവിക്കുന്നു. ചന്തയിൽ ചെന്നാൽ ആൾക്കാര് വസ്ത്രത്തിന്റെ വില ചോദിക്കുമ്പോൾ നമ്മുടെ നെയ്ത്തുകാരൻ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? രാമന്റെ ഇച്ഛ കൊണ്ട് നൂലിന് ഇത്ര രൂപ, രാമന്റെ ഇച്ഛ കൊണ്ട് നെയ്തെടുക്കാനുള്ള കൂലി ഇത്ര രൂപ, രാമന്റെ ഇച്ഛ കൊണ്ട് ഇങ്ങോട്ട് വണ്ടിക്കൂലിക്ക് ഇത്ര രൂപ, അതുകൊണ്ട് രാമന്റെ ഇച്ഛ കൊണ്ട് തോർത്ത മുള്ളിന് ഇത്ര രൂപ. ഇങ്ങനെയെല്ലാം രാമനിൽ അർപ്പിച്ചാണ് അദ്ദേഹം ജീവിച്ചു വന്നത്. സർവം രാമനിൽ അർപ്പിച്ചാണ് ജീവിക്കുന്നത്. ഒരു നാൾ നമ്മുടെ ഈ നെയ്ത്തുകാരൻ വസ്ത്രം വിൽപ്പനയെല്ലാം കഴിഞ്ഞ് വളരെ നേരത്തെ വീട്ടിലെത്തി. രാത്രിയായപ്പോ ഇദ്ദേഹത്തിന് രാമനെ സ്തുതിച്ച് ഭജന പാടാൻ തോന്നി. ആ സമയത്ത് ഭജന പാടാൻ തോന്നുമ്പോ മറ്റുള്ളവർക്ക് ശല്യമാകരുതല്ലോ. അതിന് അദ്ദേഹം ഒരു വഴി കണ്ടെത്തി. തൊട്ടടുത്തൊരു ഇടിഞ്ഞു വീണ കാളീക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ പോയിട്ട് അദ്ദേഹം ഭജന പാടാൻ ആരംഭിച്ചു. അവിടെ രാത്രി ആരും വരില്ല, എല്ലാവർക്കും ഭയമാണ് അങ്ങോട്ട് വരാൻ. ക്ഷേത്രത്തിൽ പോയി ഇദ്ദേഹം രാമസ്തുതികൾ ചെല്ലാൻ തുടങ്ങി. ആ വഴി ആ സമയം 2 കള്ളന്മാർ വന്നു. കള്ളന്മാർക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഈ അസമയത്ത് ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തുകൂടെ ഭയം കാരണം ആരും പോവാറില്ല. ഇവൻ ആരടാ പേടിയില്ലാത്ത ഈ സാധനം? ഒരു കള്ളം പറഞ്ഞു, വല്ല ഭ്രാന്തനുമായിരിക്കും, ബുദ്ധിക്ക് സ്ഥിരതയുള്ളൊരു ഈ വഴിക്ക് വരില്ല ഭയം കാരണം. എന്നാ നമുക്കൊരു പണി ചെയ്യാം, ഇവരെ നമുക്ക് കൂടെ കൂട്ടാം, നമ്മുടെ കൊള്ള മുതൽ ചുമക്കാൻ. കൂടെയുള്ള കളൻ അഭിപ്രായപ്പെട്ടു. അത് ശരിയായെന്ന് മറ്റവനും പറഞ്ഞു. അങ്ങനെ അവർ നമ്മുടെ നെയ്ത്തുകാരനെയും കൂട്ടിയിട്ട് അടുത്തുള്ള ജമീന്ദാരുടെ വീട് കൊള്ളയടിക്കാൻ പോയി. കള്ളന്മാർ ആരും ഉണരുന്നതിന് മുൻപ് മോഷണമെല്ലാം നടത്തി പുറത്തു വന്നു. കൊള്ള മുതൽ നെയ്ത്തുകാരന്റെ തലയിൽ വെച്ചു. നടക്കട, മുന്നോട്ടൊന്നു പറഞ്ഞു. അവരങ്ങനെ നടന്നു വരികയാണ് അർദ്ധരാത്രിക്ക്. നഗരമധ്യത്തിലെത്തിയപ്പോൾ രാജഭടന്മാർ ഇവരെ കണ്ടു. കണ്ട മാത്രയിൽ പെൺമൺ നിക്കടവിടെ എന്ന് പറയുകയും നമ്മുടെ നെയ്ത്തുകാരനല്ലാത്തവരെല്ലാം കള്ളന്മാരെല്ലാം ഓടി രക്ഷപ്പെട്ടു. നെയ്ത്തുകാരൻ രാജഭടന്റെ പിടിയിലുമായി. രാജഭടൻ ചോദിച്ചു, ഇതെന്താണ് തലയില്? നെയ്ത്തുകാരൻ പറഞ്ഞു, ഇത് രാമന്റെ ഇച്ഛ കൊണ്ട് ജമീന്ദാരുടെ വീട് കൊള്ളയടിച്ച കൊള്ള മുതലാണ്. ഓഹോ, നീ കള്ളനാണല്ലേ, നടക്ക് രാജസന്നിധിയിലേക്ക്. നമ്മുടെ നെയ്ത്തുകാരൻ രാജസന്നിധിയിൽ എത്തപ്പെട്ടു. രാജാവ് ചോദിച്ചു, ഇതെന്താണോ ഇതിന്റെ ചാക്കിലുണ്ടായിരുന്നത്? ഭഗവാനെ, അത് രാമന്റെ ഇച്ഛ കൊണ്ട് ജമീന്ദാരുടെ വീട് കൊള്ളയടിച്ച കൊള്ള മുതൽ തന്നെയാണ്. ജമീന്ദാരെ രാജാവ് വിളിച്ചു. ജമീന്ദാര് തന്റെ ആഭരണങ്ങൾ തിരിച്ചെറിഞ്ഞു. നെയ്ത്തുകാരൻ ജയിലിലുമായി. ഇന്ന് തൊട്ട് 7-ാം നാൾ ഇവനെ തൂക്കിക്കൊല്ലണം, രാജാവ് കൽപ്പിച്ചു. വാർത്ത നാടെങ്ങും പരന്നു. നെയ്ത്തുകാരന്റെ നാട്ടുകാരും വാർത്ത അറിഞ്ഞു. അവർ രാജസന്നിയിൽ എത്തിയിട്ട് രാജാവിനോട് പറഞ്ഞു, മഹാരാജൻ ഇദ്ദേഹത്തെ തൂക്കിക്കൊന്നാൽ താങ്കൾ നശിച്ച് നാറാണക്കല്ല് കാണും. ഇദ്ദേഹം രാമഭക്തനാണ്, വളരെ സത്യസന്ധനുമാണ്. രാജാവ് നെയ്ത്തുകാരനോട് കാര്യം തിരക്കി. നെയ്ത്തുകാരൻ പറഞ്ഞു, രാമന്റെ ഇച്ഛ കൊണ്ട് അന്ന് ഞാൻ കാളീക്ഷേത്രത്തിൽ ഭജന പാടാൻ പോയി. രാമന്റെ ഇച്ഛ കൊണ്ട് ഭജന പാടിക്കൊണ്ടിരിക്കുമ്പോ രാമന്റെ ഇച്ഛ കൊണ്ട് 2 കള്ളന്മാരവിടെ വന്നു. അവര് രാമന്റെ ഇച്ഛ കൊണ്ട് എന്നെ കൂട്ടിയിട്ട് അവര് കൊള്ള മുതൽ ചുമക്കാൻ ചുമട്ടുകാരനായി കൊണ്ടുപോയി. രാമന്റെ ഇച്ഛ കൊണ്ട് അവര് ജമീന്ദാരുടെ വീടൊക്കെ ഭംഗിയായി കൊള്ളയടിച്ചു. കൊള്ള മുതൽ എന്റെ തലയിൽ പിടിച്ച് നടന്നു വരുമ്പോ രാമന്റെ ഇച്ഛ കൊണ്ട് അങ്ങയുടെ ഭടന്മാർ ആ വഴി വന്നു. രാമന്റെ ഇച്ഛ കൊണ്ട് കള്ളന്മാർ കൂടി രക്ഷപ്പെടുകയും ചെയ്തു. രാമന്റെ ഇച്ഛ കൊണ്ട് ഞാൻ ഭടന്മാരുടെ പിടിയിലുമായി. അങ്ങനെ രാമന്റെ ഇച്ഛ കൊണ്ട് ഇപ്പോ അങ്ങയുടെ മുമ്പിൽ ഹാജരാക്കി
രാമനെ ഇച്ചുകൊണ്ട് അങ്ങനെ ദുഃഖിക്കൊല്ലാനും വിധിച്ചു. രാജാവിന് ഏതാണ്ട് കാര്യങ്ങളൊക്കെ പിടികിട്ടി. അദ്ദേഹം പറഞ്ഞു, രാമന്റെ ഇച്ഛ കൊണ്ട് ഞാൻ അങ്ങയെ വെറുതെ വിട്ടിരിക്കുന്നു. താങ്കൾക്ക് പോകാം. താങ്കൾ നിരപരാധിയാണെന്ന് എനിക്ക് മനസ്സിലായി. സമർപ്പിതനായിട്ടുള്ള ആ നെയ്ത്തുകാരൻ എന്താ സംഭവിച്ചത് മനസ്സിലായോ? അതാണ് സമർപ്പണം.